ഹായ്, ഇന്ന് ലോകത്ത് ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യന്റെ ബുദ്ധിയെ പോലെ ചിന്തിക്കുകയും പഠിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾക്കും മെഷീനുകൾക്കുമുള്ള കഴിവിനെയാണ് AI എന്ന് പറയുന്നത്. നമ്മൾ കുറെ അധികം കാലം മുമ്പ് തന്നെ AI-യുടെ കഴിവുകൾ അറിയുന്നുണ്ട്. ഇൻസ്റ്റ, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയകൾ നാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും റെക്കമെൻഡ് ആയിട്ട് വരിക. അത് ഒരു ടൈപ്പ് AI യൂസ് ചെയ്തിട്ടാണ് ഈ കമ്പനികളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യുന്നത്. ഇതേ രീതിയിൽ AI ക്യാമറകൾ, ടെസ്ല പോലുള്ള സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, ഇമേജ് ജനറേറ്ററുകൾ, വീഡിയോ ജനറേറ്ററുകൾ എന്നീ മേഖലകളിലെല്ലാം തന്നെ AI അതിന്റെ സ്ഥാനം പിടിച്ചടക്കിയിട്ടുണ്ട്. ഡാറ്റ എൻട്രി, കസ്റ്റമർ സർവീസ്, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ എന്നീ പോലുള്ള ജോലികൾ ഇതിനോടകം AI റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. മുമ്പ് കമ്പ്യൂട്ടർ വന്നപ്പോഴുണ്ടായിരുന്ന അതേ സാഹചര്യമാണ് ഇന്ന് AI വന്നപ്പോഴും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അന്ന് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സ്കിൽസ് പഠിച്ചവരെല്ലാം കരിയറിൽ വലിയ ഉയർച്ചയാണ് നേടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡാറ്റ അനലിസ്റ്റ്, പ്രോംപ്റ്റ് എഞ്ചിനീയർ, AI ട്രെയിനർ, AI സേഫ്റ്റി ജോബ്സ് എന്നീ വിവിധ മേഖലകളിലാണ് AI അനന്തമായ സാധ്യതകൾ തുറന്നിടുന്നത്. AI ഒരിക്കലും നമ്മുടെ ജോലി കുറക്കുന്നില്ല, മറിച്ച് നമ്മുടെ സ്കിൽസ് ആണ് കുറക്കുന്നത്. അതുകൊണ്ട് AI ഒരു കോമ്പറ്റീറ്ററായി കാണാതെ കമ്പാനിയനായി കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ സ്കിൽ അപ്സ്കിൽ ചെയ്യാം. താങ്ക് യു.